യോഗയുടെ ഡിപ്ലോമ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് എടുക്കുന്ന ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം യോഗയുടെ ഉത്പത്തി എന്നുള്ളതാണ്. യോഗയുടെ ഉത്പത്തി എന്ന വാക്കിൻ്റെ അർത്ഥം ഒറിജിൻ അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഉദ്ഭവം, ആരംഭം അല്ലെങ്കിൽ ജനനം എന്നൊക്കെ പറയാം. അപ്പോൾ യോഗയുടെ ഉത്ഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ യോഗ ആരംഭിച്ചതിനെക്കുറിച്ച്, യോഗയുടെ ജനനത്തെക്കുറിച്ച് ആണ് ഈ ഒന്നാമത്തെ ക്ലാസ് മുതൽ പറഞ്ഞു തുടങ്ങുന്നത്. ഭാരതമാണ് ലോകത്തിന് അമൂല്യമായ ഈ ജീവിതചര്യ സംഭാവന ചെയ്തത് എന്നാണ് പറയാം. അപ്പം ഭാരതം ലോകർക്ക് വേണ്ടി നൽകിയ ജീവിതചര്യയാണ് യോഗ. ഇപ്പോൾ ജീവിതചര്യ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന രീതി എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ജീവിതക്രമം. ചര്യ എന്ന വാക്കിന് പെരുമാറ്റം, നടപടി, ആചാരം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഒരു ജീവിതം ജീവിക്കുന്നത് എങ്ങനെ? നമ്മളിപ്പോൾ ഒരു ജീവനായിട്ട് ഭൂമിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ജീവനെ നിലനിർത്തുന്നത്, അയാൾ ഇവിടെ ജീവിക്കുന്നത്, അതിനൊരു രീതിയുണ്ടെന്നും ആ രീതിയിലാണ്, ആ ക്രമത്തിലാണ് ജീവിക്കേണ്ടതെന്നും നമുക്ക് മുന്നേ ഭാരതത്തിൽ ഉള്ള യോഗീശ്വരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് തുടങ്ങി നമുക്ക് ഓരോ ക്ലാസ്സുകളായി യോഗയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയി വിശദമായ പഠനം നടത്താം. ഇനി ഈ നമ്മുടെ ഭാരതത്തെക്കുറിച്ച് പറയുമ്പോഴേ, ഈ ഭൂമി മുഴുവനും ഒറ്റ ഭൂഖണ്ഡമായിരുന്ന ഒരു കാലമുണ്ട് കേട്ടോ. ഭൂമി മുഴുവനും ഒറ്റ ഭൂഖണ്ഡമായിരുന്നു. 300 മില്യൺ 200 മില്യൺ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഇന്ന് നമ്മൾ കാണുന്ന ഈ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നൊക്കെ പറയുന്നത് എല്ലാം ചേർന്ന് നിന്ന ഒരു കാലം നമ്മുടെ ഈ ഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ വർഷങ്ങൾ, 120ഓളം മില്യൺ വർഷങ്ങൾക്ക് ശേഷം ഇത് മുകൾ ഭാഗം, അകക്കാമ്പിനൊരു മാറ്റമില്ല, അകക്കാമ്പിന് മുകളിലുള്ള ഭൂമിയുടെ ഭാഗം തെന്നി മാറുകയാണ്. അങ്ങനെ തെന്നി മാറിയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഉപഭൂഖണ്ഡങ്ങളായിട്ട് മാറുന്നത്. അതിൽ ആഫ്രിക്കയുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു കഷണം തെന്നി മാറിയിട്ട് ഏഷ്യയുടെ വടക്കോട്ട് തെന്നി മാറിയിട്ട് ഏഷ്യയിൽ വന്നിട്ട് കൂട്ടിയിടിക്കുകയാണ്. ഏഷ്യയിൽ വന്നിട്ട് കൂട്ടിയിടിച്ചപ്പോൾ ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഇടിയിലൂടെ ഉയർന്നു വന്നതാണ് നമ്മുടെ ഹിമാലയ പർവ്വതം. അപ്പോൾ അതിന് തെക്ക് ഭാഗം, ഹിമാലയം വടക്കാണ്, അതിന് തെക്ക് ഭാഗത്ത് ഉള്ള ഒരു ഭൂപ്രദേശം ആകെ അറിയപ്പെടുന്നത് ഭാരതം എന്നുള്ള പേരിലാണ്. ഇതൊരു അധിക അറിവായിട്ട് എടുത്താൽ മതി. ഭാരതം എങ്ങനെ
ഉണ്ടായി എന്നുള്ള ഇതൊക്കെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. അങ്ങനെയുണ്ടായ ആ സ്ഥലം ഭാരതം. അവിടെയുള്ള ഒരു ജീവിച്ച ആളുകൾ ഒരു 7000 വർഷം മുമ്പ് 5000 വർഷം മുമ്പൊക്കെ നടപ്പിലാക്കിയ ഒരു ജീവിത രീതിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോഴത് ലോകം മുഴുവനും അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്താരാഷ്ട്ര യോഗ ദിനം വരെ ആചരിക്കാൻ തുടങ്ങി. ജൂൺ 21 നമ്മൾ അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി പറയാം, ഇതൊരു ജീവിതചര്യയാണല്ലോ. അപ്പോൾ ഇതൊരു ജീവിതചര്യ ആയതുകൊണ്ട് തന്നെ ഇത് ഏത് ദേശക്കാർക്കും ഏത് പ്രായക്കാർക്കും പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ, വർഗവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ ആർക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും എന്നാണ് അർത്ഥം. എല്ലാ മനുഷ്യർക്കും ജീവിക്കാവുന്ന, ശീലിക്കേണ്ട ഒരു രീതിയാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ശീലമായിട്ട് മാറിക്കഴിഞ്ഞാൽ, ഈ ചിട്ടയായ യോഗ പരിശീലനം ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യക്തികളുടെ സ്വഭാവം മെച്ചപ്പെടും. വ്യക്തിയിൽ ഗുണങ്ങൾ വ്യത്യാസപ്പെടണം. ആ ഗുണങ്ങൾ വ്യത്യാസപ്പെട്ട ഓരോ വ്യക്തിയും ചേർന്ന് വരുന്ന സമൂഹത്തിൻ്റെ ഗുണപരമായ മെച്ചപ്പെടൽ ഉണ്ടാവണം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് യോഗ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് വ്യക്തിയുടെ മാത്രം ഗുണപരമായ മെച്ചപ്പെടലല്ല, അത് സമൂഹത്തിൻ്റെ തന്നെ ഗുണപരമായ മെച്ചപ്പെടലാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ യോഗയുടെ അർത്ഥവ്യാപ്തി, യോഗ